അപ്പൊ ഇന്ന് ജൂൺ 19 VD സതീശന്റെ സർക്കാരിന്റെ ഒരു ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഒരുപാട് സംഭവങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, എല്ലാ സർക്കാരിനും പോലെ തന്നെ. അപ്പൊ അതില് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യ ഇൻഷുറൻസ്, അതായത് 25 ലക്ഷത്തിന്റെ, അതിന് 10 കോടി അനുവദിച്ചു. ഈ 10 കോടിക്ക് അത്ര 25 ലക്ഷം പറ്റുന്ന ആൾക്കാർ ചിന്തിച്ചു നോക്കുക. അപ്പൊ ആ ഇൻഷുറൻസ് എങ്ങനെയാണ് അവർ ഉദ്ദേശിക്കണേന്ന് നമുക്ക് മനസ്സിലായില്ല ഇപ്പോഴും. അതോ ഇനിയിപ്പോ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി 10 കോടിയാണോ? അത് അറിയാലോ, ഈ പറഞ്ഞ പഠിക്കാൻ വേണ്ടി പൈസ ഇറക്കും, അതിന്റെ ആരെ പോക്കറ്റിക്ക് പോകുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പൊ അതൊക്കെ പോട്ടെ, അതല്ല. ഇപ്പോ ഈ ബഡ്ജറ്റിലൊരു സംഭവം പ്രഖ്യാപിച്ചാണ്. സലിം കുമാർ, ഇപ്പൊ അടുത്ത് മരിച്ച മലയാളം ആയിരുന്ന സലിം കുമാറിന് വേണ്ടി ഒരു സ്മാരകം എറണാകുളത്ത് പണിയാൻ 1 കോടി അനുവദിച്ചേക്കണം. അപ്പൊ അതിന്റെ ആവശ്യം എന്നിട്ട് ഇപ്പൊ സലിം കുമാർ എന്ന് പറയുന്നത് ഒരു ആക്ടർ. ഇപ്പൊ പേഴ്സണലി എനിക്ക് കുഴപ്പമില്ല, ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ആളുടെ തമാശയൊക്കെ, അല്ലെങ്കിൽ ആളുടെ അഭിനയൊക്കെ നല്ലതാണ്, നല്ലൊരു ആക്ടറാണ്. എന്നിട്ട് ടോപ്പ് ടയർ ആക്ടർ അല്ല, പക്ഷെ നല്ലൊരു ആക്ടറാണ്. മലയാളികൾ ഒരിക്കലും മറക്കാത്തൊരു ആക്ടർ. ഇപ്പോഴും ആളുടെ തമാശകൾ കണ്ടാൽ നമുക്കൊരു എന്താ പറയാ, എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോ ആസ് എ ആക്ടർ നോക്കുകയാണെങ്കിൽ നല്ലൊരു ആക്ടറാണ്, കുറ്റം പറയാനില്ല. പക്ഷെ ആസ് എ പേഴ്സൺ എനിക്ക് കുറെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആള് കുറെ പ്രസ്താവനകളും അല്ലെങ്കിൽ സംസാരമൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ആളെന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് അനുകൂല വ്യക്തിയാണ്. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷന് പിണറായിന് കുറ്റം പറഞ്ഞ് സതീശനെ സപ്പോർട്ട് ചെയ്ത്, അതായിരിക്കും ഈ റീസൺ, ഈ സ്മാരകം വരാനുള്ള റീസൺ അത് തന്നെയാണ്, ഓഫ് കോഴ്സ്. അപ്പോ ആൾക്കാർ ചിന്തിക്കുക, അതായത് ഇങ്ങനത്തെ ഒരു സ്മാരകത്തിന്റെ ആവശ്യമുണ്ട് ആൾക്ക്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഞാൻ വീഡിയോ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഒരു ആക്സിഡന്റിൽ പെട്ടു, ഒരു ബസ്സിനടിയിൽ പെട്ടു. എന്നിട്ട് ആ പെണ്ണിന്റെ വസ്ത്രമൊക്കെ ഊരിപ്പോയി, പറഞ്ഞ മനസ്സിലായ. അപ്പോ ഒരു വ്യക്തി, ഒരാണ്, ആളുടെ സ്വന്തം മുണ്ടഴിച്ച് അതിന്റെ നഗ്നത മറച്ചു. ആ വ്യക്തിനാന്ന് പറഞ്ഞാൽ അവന്റെ സ്മാരകം പണിത പിന്നുണ്ട്, അവിടെ വേണമെങ്കിൽ അവന്റെ സ്മാരകം പണിത പിന്നും അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഈ സലിം കുമാറിന്റെ സ്മാരകത്തിനേക്കാൾ ബെറ്റർ ആയിരിക്കും, പറഞ്ഞ മനസ്സിലായ. ഈ സ്മാരകം പണിനേക്കാൾ നല്ലത് വേണമെങ്കിൽ ഇപ്പോ ആ 1 കോടി രൂപയ്ക്ക് ഒരു 4 കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ 2 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക. അതിന് വേണമെങ്കിൽ സലിം കുമാറിന്റെ പേരിൽ അത് കൊടുത്തോ, അത് പിന്നെയും കുഴപ്പമില്ല. അല്ലാണ്ട് ഒരു കാര്യമില്ലാണ്ട് സ്മാരകം പണിയാൻ പറ്റിയ വ്യക്തി, നാളെ പിള്ളേരുകൾ നടന്നു പോകുമ്പോ അവര് മാതാപിതാക്കളോട് ചോദിക്കും, ഇത് ആരും ചോദിക്കും. അപ്പൊ പറയും അതൊരു സിനിമ നടൻ. അപ്പൊ പിള്ളേർ ചോദിക്കണ്ടേ, സിനിമ നടന്മാർക്കൊക്കെ സ്മാരകം പണിയാണെങ്കിൽ എന്തോരം പേർക്ക് പണിയണം, പറഞ്ഞ മനസ്സിലായ. അല്ലാണ്ട് എന്ത് യോഗ്യതയുണ്ട്? ആളെക്കാൾ എത്ര യോഗ്യന്മാര് വേറെ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ആൾക്കാര്. ഉമ്മൻചാണ്ടിയുടെ പണിതാ പിന്നെയും കുഴപ്പമില്ലാന്ന് ചോദിക്കാം. ഈ സ്മാരകം പണിയില്ല, അതായത് ഇപ്പോ ഗാന്ധിജിക്ക് പണിയുക, കാൾ മാർക്സിന് പണിയുക, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് പണിയുക, സലിം കുമാറിന് പണിയുക, കോൺഗ്രസ്സുകാർ അവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് പണിയുക, CPM അവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് പണിയുക, BJP അവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് പണിയുക. ഈ സ്മാരകങ്ങളല്ല വേണ്ടേ. അതിനപ്പുറം ഇപ്പൊ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അറിയപ്പെടുന്ന ആൾക്കാണെങ്കിൽ അങ്ങനെ അറിയപ്പെടാം. അല്ലാണ്ട് സ്മാരകം പണിത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും, ആളെക്കാൾ യോഗ്യന്മാർ എന്തോരം പേരുണ്ട്. ഇപ്പൊ മരിച്ച മലയാളം ആക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ സലിം കുമാറിനൊക്കെ നന്നായി അഭിനയിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്, പറഞ്ഞ മനസ്സിലായ. അപ്പൊ ഇതിന്റെ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്, വെറും ഇത് ദൂർത്ത്. ഇപ്പോ LDF സർക്കാരിനെതിരെ കുറെ ദൂർത്ത് പറയേണ്ട ആൾക്കാര് ഇവരുടെ എണ്ണി പറഞ്ഞ തുടങ്ങിക്കോ. അതെ, ഫസ്റ്റ് അത് കിട്ടി, സലിം കുമാറിനുള്ള സ്മാരകം, അത് ദൂർത്തല്ലേ, ഒരു ആവശ്യമില്ലാത്ത കാര്യ. എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു ആവശ്യമില്ലാത്ത കാര്യം അത്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഒരു പാറ്റേൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഇപ്പോ സലിം കുമാറിന്റെ സ്മാരകം, സലിം കുമാറിന് എന്തുകൊണ്ട് സ്മാരകം വന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവണത്, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു എന്നതിനേക്കാൾ ഉപരി പിണറായിക്കും എതിരെ അല്ലെങ്കിൽ LDFനെതിരെ ശക്തമായിട്ട് പറഞ്ഞു എന്നതാണ് അയാളുടെ ഒരു യോഗ്യത, ഈ സ്മാരകത്തിനുള്ള യോഗ്യത. അതുപോലെ തന്നെ നമ്മുടെ B അശോക് IAS, അതുപോലെ തന്നെ വേറെ IASകാരൻ, ഇവരൊക്കെ ടോപ്പ് പൊസിഷനിൽ VD സതീശൻ വെച്ചതും അവർ പിണറായിക്കെതിരെ പറഞ്ഞു. അതുപോലെ ഏഷ്യനെറ്റില് ഒരാളെ സതീശന്റെ ടീമിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോ അതും പിണറായിക്കെതിരെ പറഞ്ഞ ഒരു എനിക്ക് മനസ്സിലാവേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർക്കാരുകള് അവർക്ക് ഒരു പൊസിഷനിൽ ഒരാൾ എടുക്കുന്നത്, ആളുടെ യോഗ്യത ഇവർ നോക്കുന്നത് മറ്റേ അക്കാദമിക് അല്ലെങ്കിൽ അല്ലാത്ത ക്വാളിഫിക്കേഷൻസിനേക്കാൾ ഉപരി എതിർ പാർട്ടിക്കാരെ കറക്റ്റാണോ തെറ്റാണോ എന്നല്ല നോക്കണേ, എതിർ പാർട്ടിക്കാരെ എത്ര ആഴത്തിൽ വിമർശിച്ചു, അങ്ങനെയുള്ള ആൾക്കാരാണ്. അതാണ് അവരുടെ യോഗ്യത. ആ വിമർശനം എത്ര ഡെപ്തിലുണ്ട് അതനുസരിച്ചാണ് ഇവർ യോഗ്യത തീരുമാനിക്കണം എനിക്ക് തോന്നണേ, പറഞ്ഞ മനസ്സിലായ. അതിപ്പോ നാളെ LDF ആണെങ്കിലും BJP ആണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും ഇതന്നെ നോക്കുക. ഇപ്പൊ നാളെ 5 വർഷം കഴിയുമ്പോൾ CPM അധികാരത്തിൽ വന്ന അവരപ്പം നോക്കുക ഈ കോൺഗ്രസിനെ അല്ലെങ്കിൽ BJPനെ ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ എതിർത്ത ആൾക്കാരാണ് അവര് വെക്കുക. ശരി, അങ്ങനെയല്ല വേണ്ടേ. അങ്ങനെ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതൊരു തൊഴിലാക്കി മാറ്റും, ഏത് ഈ വിമർശനം. അതില് കഴമ്പുണ്ടോ ഇല്ലയോ എന്നല്ല പിന്നെ നോക്കുക, വെറുതെ അങ്ങോട്ട് വിമർശിച്ചുകൊണ്ടിരിക്കും. എന്തിന് ഈ പൊസിഷൻ കിട്ടാനായിട്ട്. ഇപ്പൊ ഞാൻ കണ്ടുണ്ട്, ഇപ്പോ ഈ റിസൾട്ട് വരണേക്കാൾ മുമ്പോട്ട് മറ്റേ B അശോക് IASഉം പിന്നെ മറ്റേ വേറൊരു IASകാരുണ്ടല്ലോ കണ്ടു വെച്ചിട്ട്, ഇവരുണ്ട് പിണറായിനെ അങ്ങോട്ട് വെറുതെ, അതായത് ഓഫ് കോഴ്സ് വസ്തുതകളുണ്ടാവും, പക്ഷെ ആൾക്കാരെ വിശ്വസിപ്പിക്കാവുന്ന രീതിയിൽ അതിനെ എന്താ പറയാ വളച്ചൊടിച്ച് ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക.
അവരുടെ വർത്തമാനം ഇട്ട വിചാരിക്കും പിണറായി മാത്രമുള്ള ഈ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളെന്ന്. ബാക്കിയുള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആൾക്കാരുടെ ഓരോ ലീലാവിലാസങ്ങള്. പറഞ്ഞ മനസ്സിലായോ? അതിപ്പോ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും. അപ്പോൾ അങ്ങനെയുള്ള നരേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്ത് അവർ ഈ ശക്തമായിട്ട് പിണറായിക്കെതിരെ വന്നുകൊണ്ടിരുന്നത് ഇതുപോലുള്ള ഓരോ അച്ചാരങ്ങൾ കിട്ടാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാവണത് ഇപ്പൊ ഓരോ നിയമനങ്ങളും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളും നടക്കുമ്പോ മനസ്സിലാവണ കാര്യം അതാ.